ഹിൽ വാലിയിലെ പച്ചപ്പു നിറഞ്ഞ കുന്നുകൾക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ആരവ് എന്നുപേരുള്ള 4 വയസ്സുള്ള ഒരു ആൺകുട്ടി താമസിച്ചിരുന്നു. അവൻ തന്റെ മാതാപിതാക്കളോടും സ്നേഹനിധികളായ മുത്തശ്ശിമാരോടും ഒപ്പം സുഖപ്രദമായ ഒരു കുടിൽ പങ്കിട്ടു. എല്ലാ ദിവസവും രാവിലെ കുന്നുകൾക്ക് മുകളിലൂടെ സൂര്യൻ എത്തിനോക്കുമ്പോൾ ആരവ് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കും. ആ ദിവസത്തെയും അവന്റെ പ്രത്യേക കൂട്ടാളികളെയും സ്വാഗതം ചെയ്യാൻ ആകാംക്ഷയോടെ. സന്തുലനം പഠിക്കുന്ന കുഞ്ഞു കൈകളോടെ വേലിയിൽ കൂടുന്ന പക്ഷികളുടെ ചിലച്ചുകൾക്കായി ആ കുട്ടി ധാന്യങ്ങളുടെ പാത്രങ്ങൾ വഹിച്ചു. ചുറ്റും ചിത്രശലഭങ്ങൾ നൃത്തം ചെയ്യുമ്പോൾ അവൻ ചിരിച്ചു. അവൻ പുല്ലിൽ മെല്ലെ നിരത്തിവെച്ച കാരറ്റുമുയലുകൾ കടിച്ചു പറിച്ചു. മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകിയ ശേഷം ആരവ് ഒരു ചെറിയ മൺപാത്രവുമായി പൂന്തോട്ടത്തിലേക്ക് ഓടും. ശ്രദ്ധാപൂർവം ചെടികളിൽ വെള്ളമൊഴിക്കും. അടുത്തുള്ള അരുവിയിൽ നിന്ന് മിനുസമാർന്നതും വർണ്ണാഭമായതുമായ കല്ലുകൾ ശേഖരിക്കുക എന്നതായിരുന്നു അവന്റെ പ്രിയപ്പെട്ട ജോലി. അവൻ ഒരു പഴയ മരപ്പെട്ടിയിൽ നിധികൾ പോലെ സൂക്ഷിച്ചു. ആരവിന് പിൻമുറ്റത്തെ കന്നുകാലികളെയും വളരെ ഇഷ്ടമായിരുന്നു. അവ തന്നെക്കാൾ വളരെ വലുതായിരുന്നെങ്കിലും അവൻ ഭയമില്ലാതെ പുല്ലുമായി അവയിലേക്ക് നടന്നു. പഴയ സുഹൃത്തുക്കളെപ്പോലെ അവരോട് സംസാരിച്ചു. ആരവ് വളരെ സന്തോഷത്തോടെയും ആർദ്രയോടെയും വയലുകളിലൂടെ നീങ്ങുന്നത് നോക്കി ഗ്രാമവാസികൾ പലപ്പോഴും പുഞ്ചിരിച്ചു. ചെറുതാണെങ്കിലും അവന്റെ ഹൃദയത്തിൽ ഓരോ ഇലയോടും തൂവലിനോടും കുളമ്പിനോടും ആഴമായ സ്നേഹമുണ്ടായിരുന്നു. പകരമായി ആരവ് അലഞ്ഞു നടക്കുന്നിടത്തെല്ലാം താഴ്വര കൂടുതൽ തിളക്കത്തോടെ പൂക്കുന്നതായി തോന്നി. സ്നേഹത്തിന്റെയും ചിരിയുടെയും ഒരു കുട്ടിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ശുദ്ധമായ പരിചരണത്തിന്റെയും വഴികാട്ടിയായി. അവന് അവ വെറും മൃഗങ്ങളോ സസ്യങ്ങളോ ആയിരുന്നില്ല, അവ അവന്റെ കുടുംബമായിരുന്നു.